ഏതായാലും ഇതിപ്പോൾ വിപണിയിലേക്ക് നോക്കുമ്പോൾ വിപണിയുടെ ആ ഒരു നേരിയ തോതിലെങ്കിലും ഉള്ള ഒരു പച്ചയിലേക്കുള്ള യാത്രയിൽ ഏറ്റവും അധികം ഇപ്പോൾ തുണയായിരിക്കുന്ന ICICI ബാങ്കിലുള്ള ഓഹരികളുടെ മുന്നേറ്റം തന്നെയാണ്. ICICI ബാങ്കിന്റെ ഓഹരികളിലേക്ക് വരുമ്പോൾ 1.48% നേട്ടമാണ് ഓഹരി ഇപ്പോൾ നേടിയിരിക്കുന്നത്. ഏതായാലും ICICI ബാങ്കിന്റെ പാദഫലം നാളെ വരാനിരിക്കുകയാണ്. എന്തൊക്കെയാണ് ആ ഒരു പാദഫലവുമായി ബന്ധപ്പെട്ട് വിപണി എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. വിപണിയെ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ വിപണിയെ ഉയരങ്ങളിലേക്കും അതുപോലെ തന്നെ കുത്തനെയുള്ള ഇറക്കങ്ങളിലേക്കും നയിക്കുന്നതിൽ കമ്പനികളുടെ പാദഫലങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഈ തിങ്കളാഴ്ച മുതൽ വിപണിയുടെ പ്രകടനം വിലയിരുത്തൽ ഏതൊരു നിക്ഷേപകനും നിസ്സംശയം ഇത് പറയാനാകും. തിങ്കളാഴ്ച IT ഭീമന്മാരുടെ പാദഫലത്തെ പിന്തുടർന്ന് അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടോട് കൂടി സർവകാല ഉയരങ്ങളിലേക്ക് കുതിച്ച നിഫ്റ്റി ബുധൻ വ്യാഴം ദിവസങ്ങൾ, അതായത് ഇന്നലെയും അതിന് മുന്നത്തുള്ള ദിവസങ്ങളിലെയും ട്രേഡിംഗ് സെഷൻസിലേക്ക് വരുമ്പോൾ ശക്തമായിട്ടുള്ളൊരു ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലുകളെല്ലാം തന്നെ കൈവിട്ടുകൊണ്ടായിരുന്നു ഇന്നലെ നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഈ ഒരു ഇടിവിൽ ഏറ്റവും അധികം വലിയൊരു പങ്ക് വഹിച്ചിരിക്കുന്നത് ഈ ഒരു മേഖല നിഫ്റ്റിയിലെ ഭീമനായിട്ടുള്ള HDFC ബാങ്ക് തന്നെയായിരുന്നു. താരതമ്യേന മെച്ചപ്പെട്ട ഫൈനാൻഷ്യൽ പാരാമീറ്റേഴ്സോട് കൂടിയായിരുന്നു Q3 റിസൾട്ട് HDFC പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിമ്മിൽ അഥവാ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ നിക്ഷേപകർ പ്രതീക്ഷിച്ച തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാകാത്തത് ഈ ഒരു ബാങ്കിന്റെ ഓഹരിയെ വലിയ തോതിലാണ് ബാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും അതിന്റെ ഒരു ഇടിവിലേക്ക് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഏകദേശം 1.3 ലക്ഷം കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റഴിച്ചു പോയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്രയധികം നഷ്ടം അവരുടെ വിപണി മാർക്കറ്റ് ക്യാപിറ്റൽ വലിയൊരു ഇടിവാണ് ഈ ബുധൻ വ്യാഴം ഉള്ള ദിവസങ്ങളിലായിട്ട് ഓഹരിക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആ ഇടിവിൽ നിന്ന് തിരികെ കയറാനുള്ള ശ്രമത്തിനിടയിലാണ് ഈ മേഖലയിലെ മറ്റൊരു ഭീമനായിട്ടുള്ള ഒരു ഹെവി വെയിറ്റ് ആയിട്ടുള്ള ICICI ബാങ്ക് അവരുടെ പാദഫലങ്ങളുമായിട്ട് നാളെ എത്തുന്നത്. അടുത്ത ആഴ്ച ആദ്യം വിപണിയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാന ഘടകങ്ങളിൽ ഒന്ന് ഒരുപക്ഷെ ICICIന്റെ പാദഫലങ്ങൾ തന്നെ ആയിരിക്കാമെന്നാണ് ഇപ്പോൾ അനലിസ്റ്റുമാർ ചൂണ്ടിക്കാട്ടുന്നത്. ആദ്യം തന്നെ കഴിഞ്ഞ പാദത്തിൽ, അതായത് സെപ്റ്റംബർ പാദത്തിലെ കമ്പനിയുടെ പ്രകടനം എങ്ങനെയായിരുന്നു എന്ന് വിലയിരുത്തി നോക്കാം. രണ്ടാം പാദത്തിൽ സ്ട്രീറ്റിന്റെ എസ്റ്റിമേറ്റ്സിനെ മറികടന്ന് വളരെ സ്റ്റെല്ലാർ ആയിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു ICICI ബാങ്ക് കാഴ്ചവെച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ICICI ബാങ്ക് എന്ന ഇൻഡിവിജ്വൽ എൻറ്റൈറ്റി, അതായത് അവരുടെ ഒരു സ്റ്റാൻഡ് അലോൺ ഫൈനാൻഷ്യൽ പാരാമീറ്റേഴ്സിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വാർഷികാടിസ്ഥാനത്തിൽ മാത്രം 35.7% വളർച്ചയാണ് ബാങ്ക് കൈവരിച്ചിരിക്കുന്നത്. സ്ട്രീറ്റിലെ വിദഗ്ധർ രേഖപ്പെടുത്തൽ പ്രതീക്ഷിക്കുന്നത് 25% മാത്രമായിരുന്ന സ്ഥാനത്താണ് ഏകദേശം 10% അധിക വളർച്ചയോടെ സെപ്റ്റംബർ പാദത്തിലെ ക്വാർട്ടർലി റിസൾട്ട് കമ്പനി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. 10,261 കോടി രൂപയാണ് സെപ്റ്റംബർ പാദത്തിലെ ബാങ്കിന്റെ സ്റ്റാൻഡ് അലോൺ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അറ്റ പലിശ വരുമാനത്തിൽ അഥവാ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ 24% വാർഷിക വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2022 സെപ്റ്റംബറിലെ 14,787 കോടി രൂപയിൽ നിന്നും 2023 സെപ്റ്റംബറിലേക്ക് എത്തുമ്പോൾ 18,308 കോടി രൂപയായിട്ടാണ് ഉയർന്നിരിക്കുന്നത്. അറ്റ പലിശ മാർജിനിലേക്ക് വരുമ്പോഴും നേരിയ തോതിലൊരു മെച്ചപ്പെടൽ നടത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അറ്റ പലിശ മാർജിനിലേക്ക് വരുമ്പോൾ അറ്റ പലിശ മാർജിനായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 4.33%. കഴിഞ്ഞ വർഷം 2022 സെപ്റ്റംബറിലെ 4.31% നിന്നാണ് നേരിയതെങ്കിലും നിമ്മിൽ ഒരു മെച്ചപ്പെടൽ രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ ഒരു ബാങ്കിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യുന്നത് അവരുടെ ആസ്തി നിലവാരം തന്നെയാണ്. ആസ്തി നിലവാരത്തിലേക്ക് വരുമ്പോൾ രണ്ടാം പാദത്തിൽ മൊത്ത നിഷ്ക്രിയ ആസ്തിയെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 2.48%. 2022 സെപ്റ്റംബറിൽ ഇത് 2.76%. അതായത് കിട്ടാക്കടത്തിൽ അവർക്കൊരു നേരിയ തോതിലെങ്കിലും കുറവ് വരുത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ കിട്ടാക്കടത്തിൽ NPA വരികയാണ് എന്നുണ്ടെങ്കിൽ മുൻ വർഷത്തിൽ 0.61% നിന്നും 0.43% സെപ്റ്റംബർ പാതിലെ NPA ആയിട്ട് കമ്പനി ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ മാത്രമാണ് വലിയൊരു തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിക്കാതെ പോയത്. ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ആയിട്ട് വാർഷികാടിസ്ഥാനത്തിൽ നേരിയൊരു ഇടിവാണ് സെപ്റ്റംബർ പാദത്തിൽ ICICI ബാങ്ക് രേഖപ്പെടുത്തിയത്. എന്നിരുന്നാൽ പോലും മറ്റുള്ള ഇപ്പം നിമ്മാകട്ടെ അതുപോലെ തന്നെ കിട്ടാക്കടമാകട്ടെ തുടങ്ങിയ ഫൈനാൻഷ്യൽ പാരാമീറ്റേഴ്സിലെല്ലാം മികച്ച ഒരു പ്രകടനം നടത്താൻ ICICI ബാങ്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും നാളെ ജനുവരി 20 വരാനിരിക്കുന്ന ICICI ബാങ്കിന്റെ പാദഫലങ്ങളെ സംബന്ധിച്ച് വിവിധ ബ്രോക്കറേജുകളുടെ അനാലിസിസ് അല്ലെങ്കിൽ എസ്റ്റിമേഷൻസ് എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് നോക്കാം.
അതിൽ ഏറ്റവും എടുത്തൊരു ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലോൺ ബുക്കിംഗ്, അതായത് ബാങ്കിന്റെ ലോൺ ബുക്കിന്റെ വാല്യൂ ബാങ്കിങ് ഇൻഡസ്ട്രിയിലും വളരെ മികച്ചതായിരിക്കുമെന്നും അതിനോടൊപ്പം തന്നെ കുറഞ്ഞ വായ്പാ ചെലവും സ്ഥിരമായ ആസ്തി നിലവാരവും മൂലം മികച്ച ഡിസംബർ പാദഫലമായിരിക്കും കമ്പനി നാളെ പുറത്തുവിടുക എന്നാണ് ഭൂരിഭാഗം ബ്രോക്കറേജുകളും വിശ്വസിക്കുന്നത്. ഓരോ ബ്രോക്കർമാരുമായിട്ടുള്ള അഭിപ്രായത്തിലേക്ക് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ KR ചോക്സിയുടെ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നികുതി കഴിഞ്ഞുള്ള ലാഭത്തിൽ അഥവാ പാറ്റിൽ ഏകദേശം 20.1% വാർഷിക വളർച്ച കൈവരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്ലിപ്പേജ് മോഡറേറ്റായി തുടരുന്നത് കൊണ്ട് തന്നെ ആസ്തി നിലവാരത്തിലും സ്റ്റേബിൾ ആയിട്ടുള്ള പ്രകടനം തന്നെയായിരിക്കും കാഴ്ചവെക്കുക എന്നാണ് ഈ ഒരു ബ്രോക്കറേജിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഒരു പ്രധാന കാരണമായിട്ട്, അതായത് ലോൺ ബുക്കിലൊരു വാല്യൂ കൂടുന്ന പ്രധാന കാരണമായിട്ട് അവർ ചൂണ്ടിക്കാട്ടുന്നത് റീറ്റെയിലും അതുപോലെ തന്നെ SME വിഭാഗങ്ങളിലും ലോണുകളുടെ ശക്തമായിട്ടുള്ള വളർച്ച ബാങ്കിന്റെ ലോൺ ബുക്കിൽ ഒരു വലിയൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നാണ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അവരുടെ ഒരു വാർഷിക ഇതിന്റെ പിൻബലത്തിൽ നോക്കുകയാണെങ്കിൽ 18.4% വാർഷിക വളർച്ചയായിരിക്കും വായ്പകളിൽ കമ്പനി രേഖപ്പെടുത്തുക എന്നാണ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പാദാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 3.9% വാർഷിക വളർച്ച കൈവരിക്കാൻ സാധിക്കുമെന്ന് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഡിപ്പോസിറ്റ് വളർച്ചയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ 19.2% വാർഷിക വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ അതിനോടൊപ്പം തന്നെ പാദാടിസ്ഥാനത്തിൽ വരുമ്പോൾ 3.3% വാർഷിക വളർച്ച ഡിപ്പോസിറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഡിസംബർ അവസാനത്തോടെ ക്യാസയും 40.9% ഉയരുമെന്നാണ് ഇപ്പോൾ KR ചോക്സിയുടെ വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു കൺസേൺ ആയിട്ട് ഈ മേഖലയിൽ വിദഗ്ധർ പറയുന്നത് ഫണ്ടുകളുടെ ഉയർന്ന ചിലവ് കാരണം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ പാദാടിസ്ഥാനത്തിൽ, അതായത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 10 ബേസിസ് പോയിന്റിന് വരെ ഇടിവുണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് കൂടി അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കോസ്റ്റ് ടു ഇൻകം റേഷ്യോയിലേക്ക് വരികയാണെങ്കിൽ 41.5% എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു എസ്റ്റിമേഷന്റെ പിൻബലത്തിൽ പ്രീ പ്രൊവിഷനിങ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അഥവാ കിട്ടാക്കട മാനേജ് ചെയ്യാനായി മാറ്റിവെക്കുന്നതിന് മുമ്പുള്ള പ്രവർത്തന ലാഭത്തിൽ 7.6% വളർച്ച കൈവരിക്കുമെന്നുകൊണ്ട് ഈ ബ്രോക്കറേജിലെ വിദഗ്ധർ കൂട്ടിച്ചേർക്കുന്നു. ആക്സിസ് സെക്യൂരിറ്റീസിന്റെ അഭിപ്രായത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം സമാനമായിട്ടൊരു അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ എസ്റ്റിമേഷൻ തന്നെയാണ് ആക്സിസ് സെക്യൂരിറ്റീസും പങ്കുവെക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെ 18% വായ്പാ വളർച്ചയാണ് ആക്സിസ് ബാങ്കും ICICI ബാങ്കിൽ പ്രതീക്ഷിക്കുന്നത്. RBI നടപടിക്രമങ്ങളെ തുടർന്ന് സുരക്ഷിതമല്ലാത്ത വായ്പകളിൽ കുറവുണ്ടാകുമോ എന്നതാണ് പ്രധാനമായും ഈ ഒരു പാദഫലങ്ങളിൽ ആക്സിസ് സെക്യൂരിറ്റീസ് വാച്ച് ചെയ്യുന്നത്. പാദാടിസ്ഥാനത്തിൽ നിമ്മിൽ സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് കൂടി അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ ആസ്തി നിലവാരം വളരെ സ്റ്റേബിൾ ആയിട്ട് തുടരുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നുവാമയുടെ അഭിപ്രായത്തിലേക്ക് വരികയാണെങ്കിൽ പിയർ കമ്പനികളെ അപേക്ഷിച്ചിട്ട് വളരെ കുറഞ്ഞ ലോൺ ടു ഡിപ്പോസിറ്റ് റേഷ്യോ അഥവാ LDR റേഷ്യോ കാരണം ലോൺ ബുക്കിൽ വളർച്ച നേടാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിമ്മിലേക്ക് വരുമ്പോൾ അല്പം കൂടി ഉയർന്ന ഒരു സമ്മർദ്ദമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 14 ബേസിസ് പോയിന്റ്സ് വരെ നിമ്മിൽ 14 ബേസിസ് പോയിന്റ്സ് വരെ കുറവുണ്ടാകാൻ നിമ്മിൽ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ അവർ ചൂണ്ടിക്കാട്ടുന്നത്. കുറഞ്ഞ വായ്പാ ചെലവ് മൂലം കിട്ടാക്കടത്തിലും നേരിയ ഒരു പുരോഗതിയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പ്രീ പ്രൊവിഷനിങ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ 9% വാർഷിക വളർച്ചയും പാദാടിസ്ഥാനത്തിൽ ഈ ഒരു ക്രൈറ്റീരിയ വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു ഗ്രോത്തുമാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി മോത്തിലാൽ ഓസ്വാളിലേക്ക് വരികയാണെങ്കിൽ അറ്റ ലാഭത്തിൽ 20.1% വാർഷിക വളർച്ചയും അറ്റ പലിശ വരുമാനത്തിൽ വാർഷികാടിസ്ഥാനത്തിൽ 12.3% വളർച്ചയുമാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ ഒരു അറ്റ പലിശ വരുമാനമായിട്ട് 18,491.7 കോടി രൂപ ആയിരിക്കുമെന്നാണ് മോത്തിലാൽ ഓസ്വാളിലെ വിദഗ്ധരുടെ ഒരു കണക്കുകൂട്ടൽ. അതുപോലെ വായ്പാ ചെലവിൽ നേരിയ വർധന കൂടി ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രീ പ്രൊവിഷനിങ് പ്രവർത്തന ലാഭത്തിലേക്ക് വരികയാണെങ്കിൽ വാർഷിക അടിസ്ഥാനത്തിൽ 6.6% വാർഷിക വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. പാദാടിസ്ഥാനത്തിൽ വരുമ്പോൾ 0.6% വളർച്ച മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പ്രീ പ്രൊവിഷനിലേക്ക് വരികയാണ്, പ്രീ പ്രൊവിഷൻ പ്രവർത്തന ലാഭത്തിലേക്ക് വരികയാണെങ്കിൽ 14,143.2 കോടി രൂപയാണെന്ന് കൂടി അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇനി സെക്യൂരിറ്റീസിന്റെ അഭിപ്രായത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ എല്ലാ ബ്രോക്കറേജുകളും സൂചിപ്പിച്ചതുപോലെ തന്നെ ബാങ്കിന്റെ നിമ്മിൽ വലിയൊരു സമ്മർദ്ദത്തിന് സാധ്യത ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. നിമ്മിന്റെ വളർച്ച അറ്റ പലിശ വരുമാനത്തിന്റെ വളർച്ച ശരാശരി വായ്പയുടെ വളർച്ചയേക്കാൾ അല്പം കൂടി കുറവായിരിക്കും എന്നാണ് സെക്യൂരിറ്റീസിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കാരണം നിക്ഷേപങ്ങളുടെ ചെലവ് അഡ്വാൻസുകളിൽ നിന്നുള്ള വരുമാനത്തെ മറികടക്കാൻ
വരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. പ്രവർത്തന ചെലവിലെ വളർച്ചാ വായ്പ വളരെ ചെറുതായി പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് കൂടി അവർ കൂട്ടിച്ചേർക്കുന്നു. ഏതായാലും ബ്രോക്കറേജുകൾ നൽകിയ എസ്റ്റിമേറ്റുകളുടെ ഒരു ശരാശരിക്ക് എടുക്കുകയാണെങ്കിൽ അറ്റാദായം ഏകദേശം ഒരു ശരാശരി കണക്കിൽ പറയുക 20% വരെ ഈ ഒരു പാദത്തിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും 9,984 കോടി രൂപയായിരിക്കും അറ്റാദായമായിട്ട് രേഖപ്പെടുത്തുക എന്നുമാണ് ശരാശരി കണക്കുകൾ പറയുന്നത്. അതുപോലെ അറ്റ പലിശ വരുമാനത്തിലേക്ക് വരികയാണെങ്കിൽ വാർഷിക വളർച്ചയായിട്ട് 12% രേഖപ്പെടുത്തി 18,474.3 കോടി രൂപയുമായി റിപ്പോർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാദഫലങ്ങൾ പുറത്തു വന്ന HDFC ബാങ്കിന്റെയും അതുപോലെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെയും പാദഫലങ്ങൾ കൂടി ഒന്ന് വിലയിരുത്തുമ്പോൾ മറ്റുള്ള ലാഭമടക്കമുള്ള മറ്റുള്ള ഫൈനാൻഷ്യൽ പാരാമീറ്റേഴ്സിലെല്ലാം തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു എങ്കിൽ പോലും കുറഞ്ഞ മറ്റ് നിമ്മിൽ ഈ രണ്ട് ബാങ്കുകൾ പ്രധാനമായിട്ടും പാദഫലങ്ങൾ പുറത്തിട്ട് HDFC ബാങ്കിന്റെയും അതുപോലെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെയും നിമ്മിൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാത്തത് ഈ ഒരു മേഖലയിലെ അനലിസ്റ്റുമാർ വളരെ കോഷ്യസ് ആയിട്ടാണ് നിരീക്ഷിക്കുന്നത്. RBI ഉയർന്ന പലിശ നിരക്ക് ഉയർത്തിയിരിക്കുന്ന ബാങ്കുകളെ സംബന്ധിച്ചോളം വളരെയധികം പോസിറ്റീവായിട്ടൊരു സിറ്റുവേഷനാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു സാഹചര്യം പോലും ക്രെഡിറ്റ് ഗ്രോത്ത് കാര്യമായിട്ട് ഉണ്ടാക്കാൻ ബാങ്കുകൾക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ അനുസൃതമായിട്ട് ഡിപ്പോസിറ്റ് ഗ്രോത്തിൽ വളർച്ച ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ കോസ്റ്റ് ഇൻകം റേഷ്യോ ഒക്കെ ഉയരുന്നതും വളരെ കോഷ്യസ് ആയിട്ടാണ് ഇപ്പോൾ അനലിസ്റ്റുമാർ ചൂണ്ടിക്കാട്ടുന്നത്. തുടർച്ചയായിട്ട് ഇത്തരത്തിൽ വലിയ ബാങ്കിങ് ഭീമന്മാരുടെ നിമ്മിൽ ഒരു സമ്മർദ്ദം രേഖപ്പെടുത്തുകയാണെങ്കിൽ വരുന്ന മാസങ്ങളിൽ ബാങ്കിങ് മേഖലയുടെ പ്രവർത്തനങ്ങളെ അതൊരുപക്ഷെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. നാളെ വരാനിരിക്കുന്ന ICICI ബാങ്കിലും ഇപ്പോൾ ഈ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിച്ചിരിക്കുന്ന മറ്റുള്ള പാരാമീറ്റേഴ്സ് എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ പുറത്ത് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പാരാമീറ്റേഴ്സ് എല്ലാം തന്നെ നല്ല രീതിയിൽ രേഖപ്പെടുത്താൻ സാധിച്ചാൽ പോലും നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അല്ലെങ്കിൽ അറ്റ പലിശ മാർജിനിൽ സമ്മർദ്ദം ഉണ്ടാകും എന്ന് തന്നെയാണ് ഭൂരിഭാഗം അനലിസ്റ്റുമാരും പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ബാങ്കിങ് ഭീമൻ കൂടി അറ്റപലിശ വരുമാനത്തിൽ ഒരു സമ്മർദ്ദം രേഖപ്പെടുത്തുകയാണെങ്കിൽ സ്വാഭാവികമായും ബാങ്കിങ് മേഖലയുടെ സമീപ ഭാവിയെ സംബന്ധിച്ച് വളരെ ആശങ്കയിൽ തന്നെയാണ് നിക്ഷേപകർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ICICI ബാങ്കിന്റെ ടെക്നിക്കൽ സൈഡ് കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. യെസ്, അപ്പോൾ ICICI ബാങ്കിന്റെ ചാർട്ടുകൾ നോക്കുവാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത് ആ ഒരു റിസൾട്ടിന്റെ മുന്നോടിയായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഇപ്പോൾ നിലവിൽ 999.15 എന്ന റേഞ്ചിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നൊരു 13.25 രൂപയുടെ നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്കൊരു 1 ഡേ ടൈം ഫ്രെയിമിൽ അത് നോക്കുവാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന അടുത്തൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് 993.95 എന്ന് പറയുന്ന ലെവലാണ്. ആ ലെവലും ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് സപ്പോർട്ടായിട്ട് 986 എന്ന് പറയുന്ന ലെവൽ വാച്ച് ചെയ്യാവുന്നതാണ്. തേർഡ് വണ്ണായിട്ട് 980 എന്ന് പറയുന്ന ലെവലും നമുക്ക് സപ്പോർട്ടായിട്ട് 1 ഡേ ടൈം ഫ്രെയിമിൽ എടുക്കാവുന്നതാണ്. അതുപോലെ റെസിസ്റ്റൻസ് ലെവലായിട്ട് നമുക്ക് ഫസ്റ്റ് വൺ വാച്ച് ചെയ്യേണ്ടത് 1001 എന്ന് പറഞ്ഞ ലെവൽ നമുക്ക് റെസിസ്റ്റൻസ് 1 ആയിട്ടും സെക്കൻഡായിട്ട് നമുക്ക് 1008 എന്ന് പറയുന്ന ലെവൽ വാച്ച് ചെയ്യാം. അതുപോലെ അപ്സൈഡിലേക്ക് നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഈ 1008 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്സൈഡിലേക്ക് നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് തേർഡ് റെസിസ്റ്റൻസ് 1 ആയിട്ട് 1015 എന്ന ലെവൽ വാച്ച് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് ഹൈ വരുന്ന 1043 എന്ന് പറഞ്ഞ ലെവൽ നമുക്ക് ലോങ് എൻട്രിക്ക് നോക്കുന്നവർക്ക് വാച്ച് ചെയ്യുന്നതാണ്. അതുപോലെ നമുക്കൊരു ഇൻട്രാഡേക്ക് വേണ്ടി ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു സപ്പോർട്ടായിട്ട് എടുക്കാൻ പറ്റുന്ന ലെവൽ 996 എന്ന് പറയുന്ന ലെവൽ എടുക്കാം. അതുപോലെ 993 എന്ന് പറയുന്ന ലെവലൊക്കെ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുന്നതാണ്. തേർഡ് സപ്പോർട്ടായിട്ട് നമുക്ക് 986 എന്ന് പറയുന്ന ലെവൽ വാച്ച് ചെയ്യുന്നതാണ്. റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് വൺ 1001 1008 എന്ന് പറയുന്ന ലെവലൊക്കെ നമുക്ക് ICICI ബാങ്കിൽ വാച്ച് ചെയ്യുന്നതാണ്. അതുപോലെ ഇതിൻ്റെ കഴിഞ്ഞ ഒരാഴ്ചത്തെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ നമുക്കൊരു 0.53% ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു മാസത്തെ കണക്കുകൾ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 0.5% നേട്ടം നേടിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2.15% ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 15.21% ഒരു നേട്ടം നേടാൻ യോഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് നമുക്ക് ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഒരു ബൈ തന്നെയാണ് നമുക്ക് തരുന്ന ഒരു സിഗ്നലായിട്ട് നമുക്ക് കരുതാവുന്നത്. അതുപോലെ അനലിസ്റ്റുമാർ സജസ്റ്റ് ചെയ്യുന്ന ഒരു 1 ഇയർ ടാർഗറ്റ് നോക്കുവാണെങ്കിൽ അപ്സൈഡിലേക്ക് ഒരു 4% മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ 1045 എന്ന് പറഞ്ഞ ലെവലിൽ നമുക്കൊരു അടുത്ത ടാർഗറ്റായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ ഒരു 20.92% ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ 1209 എന്ന് പറഞ്ഞ ലെവലിൽ നമുക്ക് സെക്കൻഡ് ടാർഗറ്റായിട്ടും തേർഡായിട്ട് 1375 എന്ന് പറഞ്ഞ ലെവലും വാച്ച് ചെയ്യാവുന്നതാണ്.